ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. സ്വർണത്തിന്റെ വില കുറഞ്ഞു തുടങ്ങിയിരിക്കുന്ന വാർത്തകൾ കേൾക്കുകയാണ് ഇന്ന് നമ്മൾ. പരമാവധി ഉയരങ്ങൾ കീഴടക്കിയ ശേഷമാണ് 71,520 രൂപ എന്ന കുറഞ്ഞ നിരക്കിൽ ഇന്ന് മാർക്കറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് നടക്കുന്ന എല്ലാ ചലനങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണല്ലോ ഗോൾഡ്. സുരക്ഷിത നിക്ഷേപം എന്നതുകൊണ്ട് തന്നെ എല്ലാവരും സുരക്ഷിതമായി വാങ്ങി സൂക്ഷിക്കുവാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിനെ ഉപയോഗിക്കുവാനും ശ്രമിക്കുന്നത് കൊണ്ട് തന്നെയാണ് ലോക ചലനങ്ങൾക്കൊപ്പം സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടം. ലോകത്തുള്ള മുഴുവൻ സർക്കാരുകളുടെയും സെൻട്രൽ ബാങ്കുകളുടെയും കരുതൽ ശേഖരവും സ്വർണം ആണെന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഇതുകൊണ്ട് ഒക്കെ തന്നെയാണ് സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടം. മലയാളികളെ സംബന്ധിച്ച് അക്ഷയ തൃതീയ ഇങ്ങെത്തിയല്ലോ. ഒരു തരി സ്വർണമെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാകും കൂടുതലും. ഇത് കേരള വിപണിക്ക് ഉണർവ് നൽകും എന്നതിൽ തർക്കമില്ല. 74,000 മുകളിൽ എത്തിയ ശേഷമാണ് ഇപ്പോൾ വില താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഡോളർ മൂല്യം അല്പം കൂടി വരുന്നതും സ്വർണത്തിന്റെ വില കുറയുന്ന പ്രധാന ഘടകമാണ്. മാത്രമല്ല, ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര പോര് കുറയുമെന്ന പോസിറ്റീവ് വാർത്ത സ്വർണത്തിന്റെ വിലയിൽ ഇടിവിന് ഒരു പ്രധാന ഘടകമാണ്. വിലയിടിവിന്റെ ഒരു പ്രധാന ഘടകമാണ്. ഓഹരി വിപണിയുടെ ഇന്നത്തെ ഉണർവും മറ്റൊരു ഘടകമാണ്. കൂടുതൽ വിപണിയിലെ നേരിയ മുന്നേറ്റവും സ്വർണ്ണവില കുറയുന്നതിന് അനുകൂല ഘടകമാണ്. ഇത്രയൊക്കെ അനുകൂല ഘടകങ്ങൾ ഒന്നിച്ച് മാർക്കറ്റിൽ പ്രതിഫലിച്ചതാണ് സ്വർണത്തിന്റെ വിലയിൽ അനുകൂലമായ മാറ്റങ്ങൾ വരാൻ പ്രധാന കാരണം. ആഗോള വിപണിയിൽ 3,340 വരെ ഉയർന്ന ശേഷമാണ് ഇപ്പോൾ താഴേക്ക് വരാൻ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഈ ഒരു മാസം മാത്രം പവന് 9,000 മുകളിലുള്ള ചാഞ്ചാട്ടമാണല്ലോ നമ്മൾ കണ്ടത്. വേൾഡ് മാർക്കറ്റ് നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത് അനുസരിച്ച് സ്വർണം ഏതായാലും വിലയിൽ കുറവ് തന്നെയാണ് പ്രവചിക്കുന്നത്. അതോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളും മാർക്കറ്റിനെ ചാഞ്ചാട്ടത്തിലേക്ക് നയിച്ചേക്കാം. എങ്കിലും വില കുറയും എന്ന ട്രെൻഡ് തന്നെയാണ് ആഗോള നിരീക്ഷകരുടെയൊക്കെ വിലയിരുത്തൽ. അതിന് തന്നെയാണ് സാധ്യത എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഏതായാലും വില കുറയട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. വില കുറഞ്ഞ് മാർക്കറ്റ് സാധാരണക്കാർക്ക് അനുകൂലമാകട്ടെ എന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. ഒരു അനുകൂല ഘടകം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു വില കുറയും എന്ന് ആഗോള നിരീക്ഷകരുടെ ഈ വിലയിരുത്തൽ. എന്ന് വെച്ചാൽ കൂടുതലും ഡോളറിന്റെ മൂല്യത്തിന്റെ കുറവ്, മുന്നേറ്റവും ആഗോള വിപണി എന്ന് പറഞ്ഞാൽ ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടവും നേരിയ മുൻതൂക്കം ലഭിക്കുന്നതും ഒക്കെ സ്വർണത്തിന് വില കുറയുന്ന ഒരു പ്രധാന ഘടകമാണ് എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണത്തിന് ഇനി ഉള്ള ദിവസങ്ങളിൽ ചെറിയ തോതിലെങ്കിലും വില കുറയും എന്ന് തന്നെയാണ് തർപ്പിച്ച് ഈ മേഖലയിലെ മാർക്കറ്റിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും നമുക്കും കുറഞ്ഞ വില പ്രതീക്ഷിക്കാം. വില കുറയും എന്ന വാർത്ത എല്ലാവർക്കും ലോകോട്ടർക്കും സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. വില കുറയട്ടെ. അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായം. പിന്നെ ലോകം മൊത്തത്തിൽ അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. അത് ഇതിനെയും ബാധിക്കും. അതിൽ ഇപ്പോൾ വ്യാപാര യുദ്ധത്തിന്റെ ചുങ്കത്തിന്റെയൊക്കെ ഒരു തീരുമാനം വന്ന നിലക്ക് ഇനി അങ്ങോട്ട് കൂടില്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ മുഴുവൻ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിച്ചുകൊണ്ട് അടുത്തൊരു വിഷയവുമായി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.